ഹലോ ഗൈസ്, ഞാൻ ഇവിടെ മാൾട്ടയിൽ വന്നതിന് ശേഷം കുറേ നാളായിട്ട് ഈ വീഡിയോ ഇടണം എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുന്നതായിരുന്നു. പക്ഷേ ഇപ്പോഴാണ് അതിൻ്റെ ടൈം കിട്ടിയത് കേട്ടോ. ഇത് എല്ലാവർക്കും, ഗോസോയിലുള്ള എല്ലാവർക്കും സുപരിചിതമായിട്ടുള്ളൊരു ഏരിയയാണ് വില്ല റണ്ടിൽ. ഇതൊരു പബ്ലിക് ഗാർഡനാണ്, ഫ്രീ എൻട്രിയാണ്. ഇത് മാൾട്ടയുടെ ബ്രിട്ടീഷ് ഗവർണറായ ലെസ്ലി റണ്ടിലിൻ്റെ ഒരു പേരാണ് ഈ ഗാർഡൻ ഇട്ടിരിക്കുന്നത് കേട്ടോ. വളരെ പീസ്ഫുള്ളായിട്ടുള്ള ഗ്രീൻ സ്പേസ് ഉള്ള ഒരു ഏരിയയാണ് ഈ ഗാർഡൻ. ഇത് ആക്ച്വലി ആദ്യം ഒരു അഗ്രികൾച്ചറൽ പ്രൊജക്റ്റ് ആയിരുന്നു, പിന്നെ അത് നവീകരിച്ച് ഒരു പബ്ലിക് ഗാർഡനാക്കി മാറ്റിയത്. ഇതാണ് ഗൈസ് ഗോസിപ്പിംഗ് ഏരിയ. ഇവിടെ വന്നിരുന്നിട്ട് ആർക്ക് വേണമെങ്കിലും ഗോസിപ്പ് അടിക്കാം. ഇത് കണ്ടോ, ഈ സിമ്പൽ തന്നെ എന്താണ്, 2 ഹ്യൂമൻ ഫിംഗേഴ്സിൻ്റെ ഒരു സിമ്പലാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അതും ഇത് ഒറ്റക്കല്ലിൽ നിർമ്മിച്ച ഒരു സ്റ്റാച്യു ആണ്. പിന്നെ ഈ ഗാർഡനിൽ കുറേ ചെടികൾ, പാംസ്. ഈ ഗാർഡൻ്റെ നടുക്കൊരു പോണ്ടുണ്ട്. പിന്നെ പിള്ളേർക്കൊക്കെ കളിക്കാൻ പറ്റിയ പ്ലേ ഏരിയ ഉണ്ട്, ബേർഡ് ഏവിയറി ഉണ്ട്, മ്യൂസിക്കൽ ബെഞ്ചസ് ഉണ്ട്. ഇതൊക്കെയാണ് ഇവിടെ ഇവിടെ ഈ ഗാർഡനിൽ ഇവർ നിർമ്മിച്ചിരിക്കുന്നത്. ഇത് ഒരു ക്വയറ്റ് ആയിട്ടുള്ള ഏരിയ ആണ്. സോ ഒരു ലോൺലി സ്പേസൊക്കെ അല്ലെങ്കിൽ ഒരു കാം ആൻഡ് ക്വയറ്റ് സ്പേസൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് ഇവിടെ വന്ന് ഇരിക്കാം. പ്രത്യേകിച്ചും ഏർലി മോർണിംഗ് പിന്നെ അല്ലെങ്കിൽ ലേറ്റ് ആഫ്റ്റർനൂണൊക്കെ ആയിരിക്കും ബെസ്റ്റ് ടൈം. ആ ഒരു ടൈമിൽ വെയിലൊക്കെ കുറവായിരിക്കും. അങ്ങനെ പിന്നെ ഈ ഫാമിലി പിക്നിക്ക്, കൾച്ചറൽ ഇവൻറ്റ്സിനൊക്കെ നമുക്ക് ഈ ഒരു ഏരിയ സജസ്റ്റ് ചെയ്യാം. ഗോസോയിൻ്റെ ഒട്ടുമിക്ക കൾച്ചറൽ ഇവൻറ്റ്സും ഇവിടെയാണ് ഇവർ കണ്ടക്ട് ചെയ്യുന്നത്. പ്രത്യേകിച്ച് സാന്റാ മരിയയുടെ അഗ്രികൾച്ചറൽ ഫെയർ, പിന്നെ ഈസ്റ്റർ എഗ് ഹണ്ട്, മ്യൂസിക്കൽ പെർഫോമൻസ്, ആർട്ട് എക്സിബിഷൻസ് ഒക്കെ ഇവിടെയാണ് ഇവർ കണ്ടക്ട് ചെയ്യുന്നത്. ഇത് സമ്മറിൽ ആക്ച്വലി 6 മണി മുതൽ വൈകുന്നേരം 8 മണി വരെ ഓപ്പൺ ആയിരിക്കും. വിൻ്ററിൽ സമയം മാറും. രാവിലെ 7 മണി മുതൽ വൈകുന്നേരം 6 മണി വരെ ആയിരിക്കും ഓപ്പൺ ആവുക. ഇത് വിക്ടോറിയ റിപ്പബ്ലിക് സ്ട്രീറ്റിലേക്ക് എളുപ്പത്തിൽ ചാടാൻ പറ്റിയ ഒരു സ്ഥലമാണ്. കാരണം ഞാനൊക്കെ ഇങ്ങനെ വളഞ്ഞ് വരുന്നതിന് പകരം ഗേറ്റ് ഓപ്പൺ ആയിരിക്കും. അപ്പോൾ ഈ ഗാർഡനിൽ കൂടെ വിക്ടോറിയ റിപ്പബ്ലിക് സ്ട്രീറ്റിലേക്ക് എത്തും. മീൻസ് സ്ട്രെയിറ്റ് വേ ആണ്. അങ്ങനെ ഗോസോയിൽ നിന്ന് വന്നിട്ടുള്ള ഒട്ടുമിക്ക ആൾക്കാരും ഇവിടെ ഈ ഏരിയ വിസിറ്റ് ചെയ്യാതെ പോയിട്ടുണ്ടാവില്ല. കാരണം ഇതൊരു മസ്റ്റ് വിസിറ്റിംഗ് ആൻഡ് ഫേമസ് ഗാർഡൻ തന്നെയാണ്. നല്ല സ്പേഷ്യസ് ആണ്. അതുപോലെ തന്നെ വായനാശീലമുള്ള ആൾക്കാർക്ക് പറ്റിയൊരു ഏരിയ ആണിത്. അവർക്ക് വേണ്ടി തന്നെ ഒരു മിനി ലൈബ്രറി സെറ്റാക്കിയിട്ടുണ്ട്. അവർക്ക് ഇവിടുന്ന് ബുക്കൊക്കെ എടുത്ത് അവർക്ക് കംഫർട്ടായിട്ടുള്ള സ്ഥലത്തിരുന്ന്